ഇത് രാജാപ്പാർട്ടാ, തരി ഓവർ സ്മാർട്ടാ. ഈ കൊട്ടാരത്തിൽ തോമസ് ആൽവാ എഡിസൺ നോമാണ്. ഇത് മൊത്തം വീമ്പാ, വെറും ഓലപ്പാമ്പ. പള്ളി അത്താഴത്തിന് അന്തപുരത്തിൽ കുക്കിംഗ് ഗ്യാസ് തീർന്നേ. അഭിനവ മൈക്കൽ ജാക്സണി കൊട്ടാര നടന കോകിലം ഞാൻ. പഴഞ്ചൻ മട്ടുപ്പ വേസി മോളാക്കണം ഇനിയതാ ഫാഷൻ. ആസ്ഥാന മിസ് വേൾഡ് ആണ് ഞാൻ. കറിയൊപ്പം മുളകായി ചേരും നമ്മിൽ ചിരിമഴ പൊഴിയണ കടുകുമണി നീ. ഒരു സ്ഥാനം വെച്ചാൽ വെച്ചത് കാണൂല. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ അടുത്ത് ഇതിന്റെ അകത്ത് കയറരുന്ന്. എഴുതിയിലൂ എഴുതിയിലുമേ എപ്പോ നോക്കിയാലും നീലി നീലി എന്ന് പറഞ്ഞിരുന്നോളും. ഒരു സമാധാനവും തരൂല. ഇവിടെ എൻ്റെ ഡയോഡ് പതുക്കെ കയറ്റ്, തൊട്ടേ കുരുങ്ങും. നിന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ച്? ഞാൻ എണ്ണിയില്ല. തലയ്ക്ക് ഭ്രാന്ത് എടുത്ത് നിൽക്കാണ്. കോമഡി അടിക്കല്ലേ. എന്താ വേണ്ടേ? എന്റെ ഡയോഡ് കാണാനില്ല. നീ എടുത്താ? എനിക്കെന്തിനാ പുഴുങ്ങി തിന്നാനാ? ഡയോഡിനെ പുച്ഛിക്കൽ. ഡയോഡ് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിലേ ലോകത്ത് ഒരു ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും വരൂലായിരുന്നു. ഡയോഡ് കണ്ടുപിടിച്ചാൽ എന്റെ കയ്യിൽ കിട്ടിയാലേ ഞാൻ കുത്തിക്കൊല്ലും. എന്റെ ജീവിതം തകർത്ത്. എനിക്ക് ഡയോഡ് ഇല്ലാതെ പറ്റൂല. ഒരു ഇഞ്ച് നീങ്ങാൻ പറ്റൂല. ആ പരീക്ഷണ മുറി ഞാൻ കത്തിച്ചു കളയും. നോക്കിക്കോ. കത്തിക്കാൻ വാ. എനിക്ക് ആപ്പട തല പെരുത്ത് വരെയാണ്. എനിക്ക് കുറച്ച് മനസ്സമാധാനം തരുമോ? അത് തന്നെ എനിക്ക് പറയാനുള്ളത്. എനിക്ക് കുറച്ച് മനസ്സമാനം തരുമോ? എന്റെ കൊച്ചു ബാംഗ്ലൂരിൽ നിന്ന് വരിക. അതെ, ജിഞ്ചർ ചിക്കൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കൊച്ചിന് കൊടുക്കാൻ. ഇത് കരിച്ചു പോച്ച് കളയരുത്. പോ ബാലു അങ്ങോട്ട്. ജിങ്കർ കുങ്കർ. ഞാൻ അവസാനമായിട്ട് പറയാണ്, എന്റെ ഡയോഡ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ സത്യം. ചാവോ? എന്നാ പോയി ചാവൂ. കെട്ടി തൂങ്ങി ചാവും. ആ പോയി ചാവൂ. ആടിരിക്കും. ആ ആടിപ്പോയി ചാവൂ. ഈശ്വരാ. ഡയോഡ് കണ്ടാ? ഡയോഡ് കണ്ടാന്ന്? എവിടെ? അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങോട്ടാണ്. അത് പറഞ്ഞു അച്ഛൻ കൊണ്ട് ഒരു ഭയവുമില്ല, വേറെ വല്ല പണി അറിയുന്ന ആൾക്കാർക്ക് പോകുന്നു പറഞ്ഞു. എന്നിട്ട് അതങ്ങ് പോയി. തന്തയ്ക്കും വിളിച്ചിട്ടാ പോയതാ ഡയോഡ്. അച്ഛനെ തന്നെ കളിയാ കേട്ടാ? എന്റെ അച്ഛ ഈ ഐസിയും കുന്നാണ്ടൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേറെ വല്ല പഠിക്കും പോയിക്കൂടെ? നോബൽ സമ്മാനം കിട്ടാൻ പോണ ഒരു ശാസ്ത്രജ്ഞന്റെ മുഖത്ത് നോക്കിയാണ് ഇങ്ങനെ സംസാരിക്കണമെന്ന് നല്ല ബോധം വേണം. അപ്പൊ നോവൽ എഴുതി തുടങ്ങിയോ? പിന്നെ എന്റെ പേരെന്താ അച്ഛാ? ഇങ്ങനെയാണോ? ഐസിയും ഡയോഡും പിന്നെ ബാലചന്ദ്രനും പിന്നെ ബാലു നീലിയും പിന്നെ കുറെ കൂതറ പിള്ളേരും. ഞാൻ ഇവിടെ എന്റെ തല പിരിക്കണം. ഞാൻ പോയിട്ട് വരുമ്പോ ബർഗർ മേടിച്ചിട്ടുണ്ടേ. എന്താ വാങ്ങിച്ചോണ്ട് വരാൻ? ഉണ്ടയാണെങ്കിൽ പരമശിവ മാമന്റെ കടയിൽ നിന്ന് മേടിച്ചാൽ മതി. നല്ല ടേസ്റ്റാ. ഈ അച്ഛൻ്റെ തലയിൽ ഐസിയും മദർ ബോർഡും എല്ലാം കംപ്ലൈന്റാ. അതിന്റെ സുഖേടാണ്. ചിഞ്ചച്ചക്കും കുടിക്കാനുള്ള ബ്രെഡും തീർന്നല്ല. ഇനിയിപ്പോ അതെന്തോ നീ ഇവിടെ എത്തി? തൃശ്ശൂർ എത്തില്ലല്ല? ഭാഗ്യം. അച്ഛൻ പറഞ്ഞ ഒരു കാര്യം കേൾക്കോ? നീ തൃശ്ശൂർ ഇറങ്ങിട്ടെ ആ കുന്നുംകുളത്ത് നിന്ന് അച്ഛന് 2 ഡയോഡും ഒരു 3 ഐസിയും വാങ്ങിച്ചോണ്ട് വരണം കേട്ടോ. 2 ഡയോഡ് വാങ്ങിക്കല്ലേ പറഞ്ഞോളൂ. അത് നീ അവിടെ കിടന്ന് ചാടണതിന്. അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ തന്നെ പെരുമാറും കേട്ടാ. എൻ്റെ പൊന്നുമോളിങ്ങി വാ. ജീവനുണ്ടെങ്കിൽ കാണാം അച്ഛനെ. ഓ സ്വന്തം മക്കളാണ്. ഈ വീട്ടിൽ എനിക്ക് ഒരു വിലയില്ലേ കേട്ടാ. എന്ന് പറഞ്ഞ് കണ്ടവൻ്റെ വീട്ടിൽ കയറി പോകാൻ പറ്റും? സഹിക്കുകയല്ല.
ഹലോ ആ നീന എടാ ഇന്ന് വരാൻ പറ്റില്ല. ആ മോള് ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് വരികയാണേ, പാർവതി. ഓ ഹോസ്റ്റലിലെ ഭക്ഷണമൊക്കെ മടുത്തു എന്നാ വിളിച്ചു പറഞ്ഞേ. ആ അതെ, ജിഞ്ചർ ചിക്കനൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ ശരി, അപ്പം ഇന്ന് വരില്ല എന്ന് പറഞ്ഞേക്കെന്നാ. ആ ശരി ശരി. അമ്മ എന്താടാ? എനിക്കൊരു 1000 രൂപ തരൂ. എന്തിനാ? എന്റെ ഡാൻസ് ക്ലാസ്സിൽ ഫീസ് അടയ്ക്കാൻ. പിന്നെ ഈ പൊട്ട ഡാൻസിനല്ലേ 1000 രൂപ ഫീസ്? പോയി പള്ളി പറ. അങ്ങനെ പറയരുത്. ഈ മോഡേൺ ഡാൻസിനെ കുറിച്ച് അമ്മയ്ക്ക് ഒരു ABCD അറിയാത്തതുകൊണ്ടാണ് അമ്മ ഈ വർത്താനം പറഞ്ഞ. അത് ശരിയാ, മോഡേൺ ഡാൻസിനെ കുറിച്ച് എനിക്ക് ABCD ഒന്നും അറിയില്ലെങ്കിലും ഭരതനാട്യം മോഹിനിയാട്ടമൊക്കെ എനിക്ക് അറിയാം. ഭരതനാട്യം എവിടെ എടുക്കണ? എന്റെ ഡാൻസ് എവിടെ എടുക്കണു? ആ അത് ശരിയാ, നിന്റെ ഡാൻസ് ഒക്കെ വല്ല അർത്ഥം ഉണ്ടാ? വെറുതെ യോ 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 കാണിച്ച ഡാൻസ് ആയി. ഞങ്ങളുടെ അങ്ങനെ അല്ലടാ, ഓരോ മുദ്രയ്ക്കും അതിൻ്റെതായ അർത്ഥമൊക്കെ ഉണ്ട്. പോടുന്നു മുദ്ര തർക്കിച്ചിരിക്കാൻ സമയമില്ല. എനിക്കൊരു 1000 രൂപ തരാൻ പറ്റൂ ഇല്ലയോ? എടാ എന്റെ കയ്യിലുണ്ടായിരുന്ന പൈസ എടുത്തതേ ഇന്ന് പാറു വരുമല്ലേ, അവൾക്ക് വേണ്ടി ചിക്കനും ഓരോ സാധനങ്ങളൊക്കെ ഒഴിച്ച് പൈസ തീർന്ന്. പാർച്ചിക്ക് ചിലവൊക്കെ പൈസ ഉണ്ട്. ഞാനിവിടെ ഒരുത്തിന് 1000 രൂപ വെച്ചിട്ട് ഇവിടെ ആർക്കും ഒരു മൈൻഡും ഇല്ല. ഡാ അവള് വല്ലപ്പോഴും ഇല്ല വരുന്നേ, എന്തെങ്കിലും വൈക്രു ജാക്കറ്റ് കൊടുക്കണ്ടേ? ആ അത് ശരിയാണല്ലോ. ബാംഗ്ലൂർ എന്ന് പറഞ്ഞവർക്ക് ചിക്കൻ, ഞങ്ങൾക്ക് ഇവിടെ മോരും പയറേറിയും. വിഷ്ണു, അവളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ ഇവിടെ ആരാ ഉള്ളത്? അപ്പൊ എനിക്കും ആഗ്രഹം. ഞാൻ ആഗ്രഹത്തോടെ തന്നെയല്ലോ ഒരു 1000 രൂപ ചോദിച്ചത്. വിഷ്ണു എനിക്കൊന്നും കേൾക്കണ്ട. സോറി, എന്റെ സങ്കടം കൊണ്ട് കളിച്ചു പോയതാ. എന്തായാലും ചിക്കൻ കറി നന്നായി വരട്ടെ. അച്ഛനെ പോലെ മോനും വട്ടായ. എല്ലാം കിട്ടിയാ? ഇല്ല. അലുവ കിട്ടിയാ? ഇല്ല. അലുവ കിട്ടിയില്ലേ? ഇല്ലെന്നേ. എടി പാറു പ്രത്യേകം വിളിച്ച് പറഞ്ഞല്ലേ അലുവ വാങ്ങിച്ചു വെക്കണമെന്ന്. ഇനിയിപ്പോ അതിനായിരിക്കും അവള് യുദ്ധം ഉണ്ടാക്കണേ. നല്ല വലിയ പെങ്ങും കിട്ടിയില്ല. പച്ചക്കപ്പയും ബീഫും കിട്ടിയാ? പിന്നെ ബീഫ് മേടിക്കാൻ പോയപ്പോൾ പൊരിഞ്ഞ അടി ഇടിയും ബഹളം ഒക്കെ ബീഫ് പ്രേമികളും വിരോധികളും ചേർന്ന്, അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. പിന്നെ ഈ കവറിനത്തൊക്കെ എന്താ ഇത്? കവറിലോ? അതെന്നെ മേക്കപ്പ് എക്യുപ്മെന്റ്സാ. ഒറ്റ വീക്ക് നല്ലതല്ല, കുറെ പെയിന്റും ബ്ലീച്ചിങ് വന്നിരിക്കാം. ഞാൻ മേടിച്ചിട്ട് വന്നാ മതിയോ അമ്മേ? ഞാൻ മേടിച്ചിട്ട് വന്നാ മതിയോ? എന്നിട്ട് വേണം വഴി നീളെ തിന്ന് തീർക്കാൻ. വിശ്വസിക്കാൻ പറ്റിയ ഒരാള് അല്ല, ഞാൻ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിന്റെ അഭിപ്രായം ഒന്നും ഇവിടെ ആവശ്യമില്ല കേട്ടാ. ഒരു ബ്രെഡ് തന്നായിരുന്നല്ലോ, അതെന്തി തിന്നെടുത്തു? എടാ നീ തിന്നണേക്ക് എങ്ങട്ടാ പോണേ? എന്റെ വയറ്റിലേക്ക്. ഓ അത് ശരി. ആ പിന്നെ ജിഞ്ചർ ചിക്കൻ എന്ത്? അയ്യോ അത് ഉപ്പൂടിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ലച്ചു കുറച്ച് ഉരുളക്കിഴങ്ങ് ചെയ്വേക്ക്, ചിക്കൻ്റെ ഉപ്പ് ഉറക്കാം. വേണമെങ്കിൽ ഞാനും കൂടെ വരാം സഹായിക്കാൻ. അയ്യോ വേണ്ടായേ, നീ വന്നാലേ ചിക്കനും കാണില്ല ഉരുളക്കിഴങ്ങും കാണില്ല. വേണ്ടി വന്ന ഉപ്പ് പോലും ഉണ്ടാവൂല. അവിടെ റെസ്റ്റ് എടുത്തോ. വേണ്ടെങ്കി വേണ്ട. അച്ഛാ എന്തായി? ഡയോഡിന്റെ വല്ല ഊരവും കിട്ടിയോ? എണീറ്റ് പോടാ. കിട്ടിയില്ലെങ്കിൽ അമ്മേ, അമ്മേ ഇവൾക്ക് എന്തോ പറ്റിമേ. എന്താ പറ്റിയേ? ഇവള് തൊണ്ടയിലെന്തോ കുടുങ്ങി തോന്നണേ. അവിടെ തൊണ്ടയിലൊന്ന് കുടുങ്ങിന്ന്. ആണോ? എന്നാ ഉറപ്പിച്ചോ, അച്ഛന്റെ കളഞ്ഞു പോയ ഡയഡായിരിക്കും. അയ്യോ നോക്കട്ടെ, അങ്ങോട്ട് പോവാ. കുഞ്ഞിന്റെ വയറ് കിടന്ന മോളെ നോക്കട്ടെ. അയ്യോ നോക്കട്ടെ, വാ തുറക്ക്. നിന്റെ അച്ഛന്റെ ഡയോഡ് കാണുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാടാ? അതിന് എന്നോട് എന്തിനു കടിച്ചു തരുന്നേ? ഡയോഡ് അടിയോട് എന്തൊക്കെ വിഴുങ്ങിട്ടിരിക്കുക. എന്താ ഗുളികയാണോ? എന്റെ ചേച്ചി ഇത് മൊത്തം അച്ഛന്റെ പരീക്ഷണ വസ്തുക്കളാ. നിന്റെ അച്ഛനൊരു പരീക്ഷണം, അങ്ങനെ കാരണം ഒരു മനസ്സമാധാനം ഇല്ല. എന്റെ അമ്മയെ സംസാരിച്ചിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക്. എന്തിനാ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നേ? ആശുപത്രി കൊണ്ടുപോകാതെ. അമ്മേ ഞാൻ ആരാ? BSc നഴ്സിംഗ് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ്. BSc നഴ്സിംഗും MBBS ഡോക്ടറും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. ഇതൊക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അനി ചേച്ചിക്ക് എഴുതിയ പേപ്പർ വല്ലതും കിട്ടിയാവോ? കിട്ടും. എടി വന്നെ ടൂൾസ് എടുത്തേ, പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. ടൂൾസാ? അതെന്തിനാ?
ഇവിടെ ടൂൾസ് എന്നൊക്കെ പറയണ്ട് അച്ഛനെ പോലെയാണ് ഇതും. എന്റെ അമ്മ ചിലക്കാണ്ടിരുന്നേ. ഇവിടെ മേജർ ഓപ്പറേഷൻ ആണ് നടക്കുന്നത്. ചുമ്മാ ഇരിക്കുമേ. ഈ കൈ പിടിച്ചേ കൊച്ചിനെ, കൈ പിടിച്ച കൊച്ചിന്. എടാ കൈ പിടിക്ക്, കൈ പിടിക്ക്, കൈ പിടിക്ക്. ഒന്നുമില്ല. പതുക്കെ തുറക്ക്. ഇതൊക്കെ അങ്ങോട്ട് കെട്ടി വെച്ചിട്ടാണ് ഡോക്ടർമാര് നിക്കണത്, മുടി അഴിച്ചിട്ടല്ല. കൊച്ചു വാർക്കുന്നില്ല കേട്ടാ. അല്ല ഡയോഡിന് എത്ര വലിപ്പം കാണും? പിന്നെ അതിന്റെ വലിപ്പം എടുത്തിട്ടാണ് ഞാൻ മാറിയങ്ങോട്ട്. ഒന്നും കാണുന്നില്ല. നിനക്ക് ഞാൻ നോക്കട്ടെ. ആ എത്തിയാ അച്ഛൻ്റെ പൊന്നുമോള്? ഞാൻ പറഞ്ഞ സാധനം വാങ്ങിച്ചില്ലല്ലോ. പറഞ്ഞ സാധനം അതുപോലത്തെ ഒന്നാണ് കൊച്ചിന്റെ വായിൽ കിടക്കുന്നത്. എന്ത് ഡയോഡ്? ഡയോഡ് കിട്ടിയല്ല. കിട്ടിയാ? എന്റെ പേഴ്സിനകത്തുണ്ടായിരുന്നു. ഈശ്വര, അതിന്റെ കൊച്ചെന്താ വിഴുങ്ങിയേ? എന്താ മോളെ വിഴുങ്ങിയേ? പറ, എന്താ വിഴുങ്ങിയേ? ഡയോഡ് വിഴുങ്ങണ ആരെയുണ്ട്? കേശു. നീ കണ്ടടാ ഡയോഡ് അങ്ങനെ ഇരിക്കടാ, പറയടാ. എനിക്കറിയത്തില്ല. അവനറിയില്ലെന്ന്. ഈശ്വര, പിന്നെ ഇവളെന്താ വിഴുങ്ങിയേ? നോക്കട്ടെ. ഇതെന്തോന്ന്? അവളുടെ വായിന്ന് സാധനം എടുക്കാൻ വേണ്ടിട്ട്. വല്ലവരും വല്ലതും പറഞ്ഞ കേട്ടാ കൂടെ ഇറങ്ങിക്കൊള്ളു. കുത്രാണ്ട് എടുത്തോണ്ട് കാലിട്ട് കുത്താൻ. എന്തോ ഉണ്ടിട്ടാ, തിളങ്ങനുണ്ട്. എടുക്കട്ടാ, അതങ്ങല്ലേ വലിച്ചെടുക്കാം. കൊയറിന്റെ കമ്പി. കൊയറിന്റെ കമ്പി മിണ്ടരുത്. ഓരോന്നെ കടിച്ചു വലിക്കലായിട്ട് കൊച്ചുങ്ങളെ തുടങ്ങി. അതൊക്കെ തന്നെ നല്ല പല്ലാണ് കേട്ടാ. ഞാൻ വലിച്ചാൽ പോലും വരൂല. നല്ല കട്ടി. മാറി, എന്റെ അമ്മ എനിക്ക് വിശക്കുന്നു. നീ നിൽക്കണ്ട, വെട്ടിപ്പിടിക്ക് തിന്നി. എന്റെ ജിഞ്ചർ ചിക്കൻ എവിടെ? കൊഞ്ചം ചെറുക്കെ, നിന്റെ അച്ഛൻ കാരണം ഇന്നത്തെ ദിവസമേ ജിഞ്ചർ കടിച്ച പോലെ. ജിഞ്ചറിലമ്മേ ഇഞ്ചി അടിച്ച് കുറേനോട്ടായിരിക്കുന്നേ. എവിടെയെങ്കിലും തിരിഞ്ഞു വെച്ച് പോകാൻ ഒരുങ്ങുമ്പോ ദോശ അടി പിടിച്ച് ഒരു പരുവത്തിലാവും. ഇന്ന് എവിടെയും പോകണ്ടാത്തോണ്ട് പെട്ടെന്ന് എണീറ്റ് പോരുക. എണീറ്റ് ദോശ തോന്നുന്നു, കിടന്നുറങ്ങുമല്ലോ. ആ, എണീറ്റ് പോന്ന ഇങ്ങോട്ട്. ദോശേനെ മണങ്ങിട്ട് വന്നതായിരിക്കും അല്ലേ? അതെ. ആ അതേ, 2 ദോശ ഞാൻ തരും, അതും കഴിച്ച് എവിടെയെങ്കിലും പോയി ഇരുന്നോളണം. പിന്നെ ചമ്മന്തിയുടെ കളർ എന്തുവാ? വൈറ്റോ റെഡോ? വൈറ്റ്. വൈറ്റോ? വൈറ്റ് ആണെങ്കിൽ എനിക്കൊരു 15 എണ്ണം വേണം. റെഡാ? റെഡ് ആണെങ്കിൽ എനിക്കൊരു 15 എണ്ണം വേണം. ഇതെന്തുവാണ് ഇത്, മത്സരമോ? ഇന്ന് കൂടുതൽ ദോശയൊന്നുമില്ല. നിന്റെ മാമൻ വരുന്ന ദിവസമാ. മാമൻ വരുന്നുണ്ടോ? അപ്പൊ എനിക്ക് നെയ്യപ്പോ അച്ചപ്പോ എല്ലാം കിട്ടും. എന്നാ വേഗം പോയി വിളിച്ചോട്ടെ. അയ്യോ, പോയാ രക്ഷപ്പെട്ടു. അടുത്ത വന്ന് ആ പത്രക്കാരൻ വെളി വെയിറ്റ് ചെയ്യണ്. എന്റെ ചേഞ്ച് ഇല്ല. ഉണ്ടെങ്കിൽ ഒരു 200 എടുത്ത് അവന്റെ കൂടെ. അയാളുടെ ഇല്ലേ ചേഞ്ച്? എന്റെ 1000 രൂപ ഉള്ളൂ, അവന്റെ ചേഞ്ച് ഇല്ലെന്ന്. 1000 രൂപ എടുക്ക്. അത് മാറ്റിയാ തീർന്നു പെട്ടെന്ന്, ശരിയാവില്ല. എന്റെ ബാലു, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? ആ ചോദിക്കും. ബാലുവിന്റെ ഈ പൈസ ഉണ്ടാ? ഇല്ല. എന്റെ അനിയനെ കണ്ടുപിടിക്ക്. അവൻ എന്തെല്ലാം ജോലി ചെയ്യണ്ടെന്ന് അറിയാമോ? കൃഷിയുണ്ട്. കൃഷി നന്നായിട്ടുണ്ട്, എനിക്കറിയാം. അവന്റെ നല്ല കൃഷിയാണ്, നല്ല കൃഷിയാണ്. ബിസിനസ് ഉണ്ട്, ചിട്ടിയുണ്ട്. ആ, ഒന്നും അറിയാതെ വന്ന് നിൽക്കുക. ഞാൻ പറഞ്ഞത് കേൾക്കാൻ പറ്റുമോ? എന്താ? പുറത്ത് അയാളെ വെയിറ്റ് ചെയ്യണ്. 200 എടുത്ത് കൊടുക്ക്, അയാളെ പോട്ടെ. അവനെ കണ്ടുപിടിക്ക്, അത് കേൾക്കാൻ പറ്റുമോ ആദ്യം? അവനെ കണ്ടുപിടിക്ക്. ഇത് പിടിച്ചേ. പോ, പെട്ടെന്ന് പോ, ചെല്ലേ. എന്തിന് ഇത് പിടിക്കേ. ദോശ ഉണ്ടാക്ക്. നീ അനിയനെ പൊഴുത്തി ഇനി അവൻ ഇങ്ങോട്ട് കെട്ടിയെടുക്കും. മനുഷ്യന് മനസമാനവും തരൂല. ഒരു സാധനം വച്ചാൽ വച്ചെടുത്തും കാണൂല. എന്ത് പ്രശ്നം? അനിയന് വെട്ടിക്കയറ്റാൻ വേണ്ടി അടുക്കി വെച്ചേക്കാണ്. നീ വന്നാൽ മതി. മനുഷ്യന് ഒരു സമാധാനം തരൂല. ഒരു സാധനം എടുത്ത് വെച്ചാൽ എടുത്തെടുത്ത് വയ്ക്കൂല. പിന്നെ പിള്ളേരെ വളർത്തിരുത്തിയിട്ട് പഴംപുരാണം പറഞ്ഞു കൊടുക്കും. ഇവ എന്നെ നാറ്റിച്ചിട്ടേ പോവുള്ളൂ. വന്ന് കയറി എന്നെ നാറ്റിക്കുവായി. All my people just be rolling up on this spot. This spot's a hottest spot up on this block. All my people just be rolling up on this spot. This spot's a hottest spot up. ഇതെന്താ ഇത്? ഇതെന്താന്ന് ഞാൻ ചോദിക്കാൻ വേണ്ടി ഇരിക്കാറ്. ഇങ്ങനെയാണ് ദോശ വിടണം. അത്ര ഇവിടെ ആക്കിയിട്ട് പോയണം. മര്യാദ ദോശ മാവ് തുടച്ചിട്ടോ ഇവിടെ? തുണിയെടുക്ക് തുടച്ചിട്ട് പോലും. നിന്റെ അനിയൻ വരുമല്ലോ, അവനെ കൊണ്ട് തുടപ്പില്ലേ. നിങ്ങളെ വീട്ടിൽ നിന്ന് ആരും തിരിഞ്ഞു നോക്കണില്ല. എന്റെ വീട്ടുകാർ വന്ന് അതിനും ഇങ്ങനെ കാണിക്കണം. മതിയല്ലേ, ഒരു പ്രാവശ്യം തിരിഞ്ഞു നോക്കിയാൽ മതി. അതിന്റെ
നിൽക്കും, കുറേ നാളത്തേക്ക് നിൽക്കുക. അതിൻ്റെ ഒരു റിസൾട്ട് ഇവിടെ അത് വന്നിട്ട് പോയാൽ മതി. ഇതിനെ സഹിക്കാൻ നല്ലത് അത് മതി. ഇന്നാൾ നോക്കിയപ്പോൾ ടി വി പിക്ചർ ട്യൂബ് ഇളക്കിയിട്ടിരുന്ന അകത്തൂടെ തല കെട്ടിയിട്ടിരുന്ന് വാർത്ത വായിക്കുന്നു. അവൻ എന്തിനാ വെറുതെ ഇല്ലാത്ത പറയണ. സത്യം അകത്തൂടെ തല ഇട്ടിട്ട് അവൻ്റെ വാർത്തകൾ വായിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത വായിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ കൊച്ചു പിള്ളേരെ കളിപ്പിക്കണത് തന്നെ. പക്ഷെ അവന് പ്രായം എത്രയായി? അന്ന് ഞാൻ കണ്ടപ്പോൾ 10 വയസ്സ്. അതെ ശരി, 10 വയസ്സ്. നിങ്ങൾ കണ്ടപ്പോൾ 10 വയസ്സ്. ആ 10 വയസ്സ് ഇപ്പൊ നമ്മളിപ്പോ കല്യാണം കണ്ടി ഇത്രയും വർഷമല്ലേ ആയുള്ളൂ. അവനിപ്പോ സ്വന്തമായിട്ട് അധ്വാനിച്ച എല്ലാ കാര്യം ചെയ്യണേ. നിങ്ങളെ പോലെ അല്ല, മണ്ടനല്ല. എന്ത് പറഞ്ഞാലും സ്വന്തമായിട്ട് അധ്വാനിക്കണം. എല്ലാവരും അധ്വാനിക്കുക തന്നെ. അവൻ കൈ കൊണ്ട് അധ്വാനിക്കണം, ഞാൻ എൻ്റെ ബ്രെയിൻ കൊണ്ട് ഞാൻ അധ്വാനിക്കുന്നു. മന്ദബുദ്ധിയായി പോയി. അധ്വാനിച്ച് ബ്രെയിൻ വർക്ക് ചെയ്ത് ബ്രെയിൻ വർക്ക് ചെയ്യുമ്പോൾ മന്ദബുദ്ധികളായി പോയി. പിള്ളേരുടെ വെച്ച് നീ മന്ദബുദ്ധി ഗിന്ദബുദ്ധി എന്നൊന്നും വിളിക്കരുത്. ഇപ്പൊ പിള്ളേരില്ലല്ലോ. പിള്ളേരില്ല. പിള്ളേർ ആ സമയം അവനൊക്കെ വലിഞ്ഞു കയറി വരുമെന്ന് അറിഞ്ഞൂടാ. പിള്ളേർക്കല്ല ഞാൻ അറിയാം. മന്ദബുദ്ധി ഒന്നും വിളിക്കില്ല. പിള്ളേർക്ക് അറിയാല്ല, അവര് കാണണില്ലേ. നിനക്ക് എന്താ ഒരു വിലയില്ലേ? ആ ഉണ്ട്. കാണിക്കാതെ മടുത്ത് കേട്ടാ. എനിക്കെപ്പോഴേ മടുത്തു. സത്യം മടുത്ത്, ജീവിതം മടുത്തെന്നുള്ളതാണ്. ചാവാൻ പോവാണോ? അതെ, എന്റെ പട്ടി ചാവും. വെയിറ്റ് ചെയ്തിരിക്കണം. ചാവാൻ പോവേണം. അതുകൊണ്ടൊന്നും അല്ല, പറയുമല്ലോ. അതൊക്കെ നേരത്തെ പറഞ്ഞാൽ ഇത് അവസാനിപ്പിക്കാമല്ലോ. ഹലോ, ആ കേശു ആണോ? ആ മക്കളെ, മാമ അങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ്. നിനക്ക് എന്തൊക്കെയാ വേണ്ടേ പറ. മുറുക്ക്, അവിലോസുണ്ട, മിക്സർ. ഓക്കെ. പിന്നെ എന്താണ്? വെട്ട് കേക്കാ? അതെന്ത് കേക്കാടാ? ആ പപ്സ് വേണ്ടേ? സുഖിയം കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാം മാമൻ കേട്ടാ. പിന്നെ കടല മുട്ടായി, അലുവ, ജിലേബി. വേറെന്താണ് വേണ്ടേ? പാണ്ടി ബിസ്ക്കറ്റാ? അങ്ങനെ ഒരു ബിസ്ക്കറ്റ് ഉണ്ടാടാ? ശരി. പിന്നെ അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ്, ഉഴുന്നുവടേ. എടാ ഇതൊന്നും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ. എടാ അച്ചമ്മ ഉണ്ടല്ലോ, അച്ചപ്പവും പിന്നെ ഉണ്ണിയപ്പവും ഒക്കെ വാങ്ങിച്ച് പഴമൊക്കെ വാങ്ങിച്ച് കൊടുത്തു വിട്ടിട്ടുണ്ട്. അതുപോരെ? അതും ഇതും വേണോ? ഇതെല്ലാം നീ തിന്നുമോ? ശരി മാമ ഇതെല്ലാം കൂടെ ഒരു പെട്ടി ആട്ടോയിൽ ഇപ്പം അങ്ങോട്ട് കൊണ്ടുവരാം. മക്കൾ അവിടെ കാത്തിരിക്കണേ. ശരിയടാ, ശരി. ഉണ്ടയാണ് വാങ്ങിച്ചോണ്ട് പോണ ഞാൻ. ഉണ്ട ചേച്ചി, മാമ വരുന്നുണ്ടോ? അതിനിപ്പോ എന്താ? മാമ വരുമ്പോ നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ചേച്ചി കെട്ടിക്കാൻ പ്രായമല്ല, എണീറ്റേ. ശല്യപ്പെടുത്തത് പോയ ശിവ. ചേച്ചി, മാമ വരുന്നുണ്ടോ? അതിനിപ്പോ എന്താ? മാമ വരുമ്പോ നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. എടാ പൊട്ട, പിശുകിന്റെ കാര്യത്തിൽ നമ്മുടെ അമ്മയുടെ ചേട്ടനാണ് ഈ വരുന്ന, അമ്മയുടെ അനിയനെ നമ്മുടെ മാമൻ. പോർന്ന്. പക്ഷെ പിശുക്കിനൊക്കെ നമ്മൾ ചെലവാപ്പിക്കണം. അതേ പ്ലാൻ ചെയ്തില്ലേ? പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. നടന്നു തന്നെ മോളെ. നിന്നോടല്ല പറഞ്ഞ എനിക്കാൻ. എന്തെന്നാടി? നല്ലൊരു സ്വപ്നം കണ്ടു വന്നതായിരുന്നു. എന്ത് വെച്ച സ്വപ്നം? ഞാനേ മിസ് വേൾഡിന്റെ ഫിനാലെ 5 നിൽക്കുമായിരുന്നു. അതിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാ ഈ കുരുട്ട് വന്ന് എണീപ്പിച്ചത്. ഒരു മിസ് വേൾഡ് ആണല്ലോടി മോളെ നീ മിസ്സാക്കിയത്. ചേച്ചി കളിയാക്കല്ലേ. നിനക്കറിയോ, സ്കൂളിൽ മലയാളി മംഗ മത്സരത്തിന് എനിക്കായിരുന്നു ഫസ്റ്റ്. മലയാളി മംഗോ അല്ല, മലയാളി മങ്കിയാ. പോടാ, കളിയാക്കാണ്ട്. കണ്ണുവട്ടന്മാരായിരുന്നോ? ഡേഡി പറഞ്ഞു ഞാൻ കളിയാക്കല്ലേന്ന്. ആ ശരി. നിക്ക് നമ്മളെ വിഷയത്തിൽ നിന്ന് മാറിപ്പോവാ. ഹൗ ടു യൂട്ടിലൈസ് മാമൻ, അതാണ് നമ്മുടെ വിഷയം. ഇനി നമ്മൾ മാമനെ എങ്ങനെയെങ്കിലും യൂട്ടിലൈസ് ചെയ്ത് കടയിൽ കൊണ്ടുപോയി തീറ്റ തിന്നാം. ഫുഡ് മാത്രം പോരാ, ഉടുപ്പും വേണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് മാമനെ കൊണ്ട് വല്ല മോളിൽ പോവാം. എടി ഇതൊന്നും നടക്കില്ല കേട്ടോ. ചെയ്യിപ്പിക്കണം. അതിനല്ലേ നമ്മൾ പ്ലാൻ ചെയ്യുന്നേ. എന്താ പ്ലാൻ ചെയ്യണ്ടേന്ന് പറ. എന്തായാലും നമ്മളെ അച്ഛനും അമ്മയും ഇല്ലാതല്ലേ പുറത്തു പോകുന്നേ. അപ്പൊ നമുക്ക് എന്താ അടിച്ചു പൊളിക്കണ്ടേ ആ സ്ഥലം. അതിന് മാമൻ വരണ്ടേ? മാമനെ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ മാമൻ എന്തെങ്കിലും ഒഴിവ് പറയും. അപ്പൊ ഞാനൊരു ഐഡിയ ഇടാം. എന്തോ? എനിക്ക് പുറത്തു പോകണം എന്ന് പറയാം. എനിക്ക് പുറത്തു പോകണം എന്ന് പറഞ്ഞാൽ കോറ അവിടെ സ്ഥലം പൊളിക്കാം. അത് നൈസ് ഐഡിയ അല്ലേ? പിന്നെ വല്ല ഷോപ്പിലും കയറണമെന്ന് വല്ല മാമൻ പറഞ്ഞാ അപ്പൊ കാർ പൊളിച്ചേക്കണം. അത് ഞാൻ ഏറ്റു. പിന്നെ മാമനെ നമ്മുടെ അച്ഛനെ പറ്റി വെറുതെ വേണ്ടാത്തൊക്കെ പറയും. അത് നമ്മൾ കാര്യമാക്കണ്ട. നമ്മൾ മാമനെ അങ്ങ് സപ്പോർട്ട് ചെയ്തെന്ന് മതി. അത് മാമനെ അങ്ങ് സുഖിച്ചോളും. അല്ലേ? അപ്പോൾ how to attack മാമൻ.
മാമൻ. ചേച്ചി അളിയനെ ഞാൻ ഗുണദോഷിക്കാണെന്ന് വിചാരിക്കുന്നു. ഒരിക്കലും നിന്റെ അച്ഛനെ പിടിച്ചെടുത്താ. മാമന്റെ വീട് ഇവിടുന്ന് കുറെ ദൂരമില്ല, അങ്ങോട്ടേക്ക് ഇപ്പൊ പോകാൻ പറ്റുമോ? അളിയ അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോഴേ അവനൊരു പണി കൊടുക്കണമല്ലോ. അച്ഛൻ പ്ലാൻ പറയും. നല്ല ബെസ്റ്റ് മാമൻ. എന്ത് നിങ്ങൾ വരുന്നു?